അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കേവലം ഒരു യാദൃശ്ചികതയല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന ഒരു മറുപടിയാണിത്. നിങ്ങളുടെ റിസ്കിൻ്റെ വാതിലുകളിൽ വീണ തുരുമ്പിച്ച പൂട്ടുകൾ തുറക്കാനുള്ള ആത്മീയമായ ഒരു ക്ഷണം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് സ്വന്തം ഹൃദയത്തോട് സത്യസന്ധമായി ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ശൂന്യമാണ്. ചെയ്ത ബിസിനസ്സുകളെല്ലാം തകരുന്നു. നിങ്ങൾ ഓടിയെത്തുന്നതിന് മുമ്പ് ഭാഗ്യത്തിൻ്റെ വാതിലുകൾ ഓരോന്നായി കൊട്ടിയടക്കപ്പെടുന്നു. നിങ്ങൾ പൊരുതി നോക്കിയില്ലേ? കഠിനാധ്വാനം ചെയ്തു, ഉറക്കം ഉപേക്ഷിച്ചു, ലോകം പറയുന്ന വഴികളിലൂടെ എല്ലാം ഓടി. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ സമൃദ്ധി മാത്രം നിങ്ങളെ തഴഞ്ഞു പോകുന്നത്? അതേസമയം നിങ്ങളെക്കാൾ കുറഞ്ഞ അധ്വാനം ചെയ്യുന്നവരുടെ കൈകളിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുകി വരുന്നത് കാണുമ്പോൾ അറിയാതെ ഉള്ളിലൊരു നീട്ടൽ അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നു, പക്ഷേ ഫലം കാണുന്നില്ല. നിങ്ങൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തുന്നു, പക്ഷേ ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല. എന്തുകൊണ്ട്? സൂഫികളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ആകാശത്ത് നിന്നുള്ള കരുണയുടെ മഴ ഒരിക്കലും നിൽക്കുന്നില്ല, പക്ഷേ നിന്റെ ഹൃദയമാകുന്ന പാത്രം കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. സ്രോതസ്സിന് കുറവില്ല, പക്ഷേ സ്വീകരിക്കുന്ന പാത്രത്തിനാണ് തടസ്സം. മൗലാന റൂമി പറഞ്ഞത് എത്ര സത്യമാണ്. നീ തേടുന്നത് നിന്നെയും തേടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ നിന്റെ ഉള്ളിലെ ഭാരമേറിയ മതിലുകൾ അത് നിന്നിലേക്ക് എത്താൻ അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും പണം സമ്പാദിക്കാനുള്ള വഴികളെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളിലേക്ക് എത്തേണ്ട സമൃദ്ധിയെ തടഞ്ഞു നിർത്തുന്ന ആ അദൃശ്യ തടസ്സങ്ങളെ എങ്ങനെ തകർക്കാം എന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ എൻ്റെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാക്കു മാത്രമല്ല ലഭിക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു ആത്മീയ താക്കോൽ കൂടിയാണ്. കേൾക്കാൻ ലളിതമായ ഒരു വാക്ക്, പക്ഷേ ഭൗതികമായ തടസ്സങ്ങളെയും ആത്മീയമായ പാപങ്ങളെയും ഒരുപോലെ ചാരമാക്കാൻ കരുത്തുള്ള വാക്ക്. അസ്തഗ്ഫിറുല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് നൽകിയ പരിഹാരം ലളിതമാണ്. എന്നാൽ ആ ലാളിത്യത്തിന് പിന്നിലെ അഗാധമായ സത്യം തിരിച്ചറിയാൻ കഴിയാതെ പലരും അതിനെ നിസ്സാരമായി കാണുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, ആരെങ്കിലും പാപമോചനത്തിൽ അവൻ്റെ ആത്മാവിനെ ഉറപ്പിച്ചു നിർത്തുന്നുവോ അവന് ഓരോ ഇടുങ്ങിയ വഴികളിൽ നിന്നും അള്ളാഹു വിസ്തൃതമായ പോംവഴികൾ തുറന്നു നൽകും. ഓരോ നീറ്റലിനും പകരമായി ആശ്വാസത്തിൻ്റെ തണുപ്പ് നൽകും. അവൻ കണക്കുകൂട്ടാത്ത വിടവുകളിലൂടെ അനുഗ്രഹങ്ങളുടെ അരുതികൾ അവനിലേക്ക് ഒഴുകി വരും. പ്രിയപ്പെട്ടവരെ, ഇതൊരു വെറും അലങ്കാര വാക്കല്ല, കേവലം ഒരു സാന്ത്വനവുമല്ല. പാപമോചനം എന്നത് നിങ്ങളുടെ ഉപജീവനത്തിന് മുന്നിലുള്ള തടസ്സങ്ങളെ ഉരുക്കിക്കളയുന്ന കൃത്യമായ ഒരു ദിവ്യ മെക്കാനിസമാണ്. ഞാനിന്ന് പങ്കുവയ്ക്കുന്നത് വെറും സിദ്ധാന്തങ്ങളല്ല, മറിച്ച് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തയ്യാറാക്കിയ ഒരു ആത്മീയ മാനുവലാണ്. ഈ സമാഗമത്തിൻ്റെ അവസാനത്തോടെ നിങ്ങളുടെ റിസ്കിനെ ബന്ധിച്ചിരിക്കുന്ന ആ അദൃശ്യ ചങ്ങലകൾ എന്താണെന്നും ഇസ്തിഗ്ഫാർ എന്ന ആയുധം കൊണ്ട് അവയെ എങ്ങനെ ഭേദിക്കാം എന്നും നിങ്ങൾ തിരിച്ചറിയും. 1400 വർഷങ്ങളായി സത്യസാക്ഷികൾക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ച സത്യം പ്രകാശിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നും ആധികാരികമായ ഹദീസുകളിൽ നിന്നും സൂഫികളും ആരിഫീങ്ങളുമായ മഹാജ്ഞാനികളുടെ ഹൃദയങ്ങളിൽ നിന്നുമാണ്. ഞാനിവിടെ ഒരു രഹസ്യവും വെളിപ്പെടുത്തുന്നില്ല, മറിച്ച് കാലങ്ങളായി നമ്മുടെ മുന്നിലുള്ള ആ പ്രകാശത്തെ ഒന്നുകൂടി തെളിച്ചു കാണിക്കുക മാത്രമാണ്. പ്രപഞ്ചനാഥനായ അള്ളാഹു തൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രപഞ്ച സത്യത്തെ എങ്ങനെയാണ് വരച്ചു കാട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വെറുമൊരു ഉപദേശമല്ല ഇത്, മറിച്ച് ആകാശങ്ങൾ തുറക്കാനുള്ള താക്കോലുകളെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പെടുത്തലുകളാണ്. ഏറ്റവും മനോഹരമായ ഒരു രംഗം നമുക്ക് കാണിച്ചു തരുന്നത് സൂറത്ത് നൂഹിലാണ്. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് നടത്തുന്ന ആ ആത്മീയ സംവാദം ശ്രദ്ധിക്കൂ. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പാപമോചനം തേടുക, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. എങ്കിൽ അവൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് അനുഗ്രഹങ്ങളുടെ മഴ സമൃദ്ധമായി പെയ്യിച്ചു തരും. നിങ്ങളുടെ സ്വത്തുക്കളിലും സന്താനങ്ങളിലും അവൻ വർധനവ് നൽകി നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്കായി പച്ചപിടിച്ച തോട്ടങ്ങളും ഒഴുകുന്ന നദികളും അവൻ ഒരുക്കിത്തരും. നോക്കൂ, വെറും 3 വചനങ്ങൾ, പക്ഷേ അതൊരപാരമായ ഫോർമുലയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള വരൾച്ച മാറാനും ജീവിതത്തിൽ സമൃദ്ധിയുടെ വസന്തം വിരിയാനും ഇസ്തിഗ്ഫാർ എന്ന മന്ത്രം മതിയെന്ന് അള്ളാഹു അടിവരയിട്ട് പറയുന്നു. ഇതൊരൊറ്റപ്പെട്ട വാഗ്ദാനമല്ല. വിശുദ്ധ ഖുർആനിൻ്റെ താളുകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഈ സത്യം ആവർത്തിച്ചു വരുന്നത് കാണാം. സൂറത്ത് ഹൂദിൽ അള്ളാഹു വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അവങ്കലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങി വരികയും ചെയ്യുക. എങ്കിൽ അവൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് കരുണയുടെ മഴ നൽകുകയും നിങ്ങളുടെ കരുത്തിന്മേൽ കൂടുതൽ കരുത്തു നൽകി നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യും.
ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കരുത്തിന്മേൽ കരുത്ത് എന്ന പ്രയോഗമാണ്. സാമ്പത്തികമായ ഉന്നതി മാത്രമല്ല, അത് നിലനിർത്താനുള്ള ആത്മീയവും മാനസികവുമായ കരുത്തും ഇസ്തിഗ്ഫാറിലൂടെ നിങ്ങൾക്കു ലഭിക്കുന്നു. ഇനി സൂറത്ത് അത്വലാട്ടിലെ ആ വചനം നോക്കൂ. അത് ഏതൊരു വിശ്വാസിയുടെയും കൽബിന് കുളിർമ നൽകുന്നതാണ്. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവനെക്കുറിച്ച് ബോധവാനാവുകയും ചെയ്യുന്നുവോ, തഖ്വ, അവന് അള്ളാഹു അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് ഒരു പോംവഴി ഉണ്ടാക്കിക്കൊടുക്കും. അവൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിടവുകളിലൂടെ അള്ളാഹു അവന് റിസ്ക് എത്തിച്ചു നൽകും. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈ ബോധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വീഴ്ചകളെ തിരിച്ചറിയുകയും അവനു മുന്നിൽ തലകുണിച്ചു മാപ്പിരയ്ക്കുകയും ചെയ്യുക എന്നതാണ്. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾ ഭൂമിയിൽ വീഴുമ്പോൾ ആകാശത്ത് അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ഓരോന്നായി തുറക്കപ്പെടുന്നു. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഉപജീവനമെന്നത് അള്ളാഹു തൻ്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന ഒരു സമ്മാനമാണ്. മഹാന്മാരായ സൂഫികൾ തങ്ങളുടെ ആഴമേറിയ വിശകലനങ്ങളിൽ അതിമനോഹരമായ ഒരു രഹസ്യം കുറിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്രമം നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലായ്പ്പോഴും ആദ്യം പാപമോചനവും അതിനു പിന്നാലെ ഉപജീവനവുമാണ് കടന്നുവരുന്നത്. നമ്മൾ സാധാരണയായി കരുതുന്നത് കഠിനാധ്വാനം ചെയ്യുക, അതിനോടൊപ്പം ഇസ്തിഗ്ഫാർ കൂടി ചെയ്താൽ അല്പം കൂടി അനുഗ്രഹം ലഭിക്കും എന്നാണ്. എന്നാൽ ഖുർആനിക വചനങ്ങളുടെ ഘടന സൂചിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ഇസ്തിഗ്ഫാർ എന്നത് ഒരു കാരണവും റിസ്ക് എന്നത് അതിൻ്റെ അനിവാര്യമായ ഫലവുമാണ്. ഉപജീവനം നേടാൻ ജോലി ചെയ്യണം എന്ന ഭൗതിക നിയമത്തിന് ഇത് വിപരീതമാണെന്ന് ചിലർക്കെങ്കിലും തോന്നാം. എന്നാൽ സൂഫികൾ ഇതിനെ വിശദീകരിക്കുന്നത് അതിമനോഹരമായാണ്. അവർ പറയുന്നു, നിങ്ങൾ നിലവിൽ ചെയ്യുന്ന പരിശ്രമങ്ങളുടെ ഫലങ്ങളെ തടഞ്ഞു നിർത്തുന്ന അദൃശ്യമായ ആവരണങ്ങളെ ഇസ്തിഗ്ഫാർ നീക്കം ചെയ്യുന്നു. സത്യത്തിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ജോലി ഫലം നൽകുന്നില്ല. കാരണം പുറമേ കാണാൻ കഴിയാത്ത ഏതോ ഒരു തടസ്സം ആ അനുഗ്രഹത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു വച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിസ്ക് ഇങ്ങനെ പാതി വഴിയിൽ കുടുങ്ങിപ്പോകുന്നത്? ജ്ഞാനികൾ ഇതിനെ 3 പ്രധാന തടസ്സങ്ങളായി തിരിച്ചറിയുന്നു: ആത്മീയമായ തടസ്സം, മാനസികമായ തടസ്സം, ബന്ധങ്ങളിലെ തടസ്സം. ഒരത്ഭുതമെന്നോ ഇസ്തിഗ്ഫാർ എന്ന താക്കോൽ ഈ 3 പൂപ്പലുകളെയും ഒരേ സമയം കഴുകി മാറ്റുന്നു. എന്നാൽ ഈ ദിവ്യ ഔഷധം ശരിയായ രീതിയിൽ ഫലിക്കണമെങ്കിൽ ഓരോ തടസ്സവും നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ ആത്മീയ തടസ്സം? നാം ചെയ്തു പോയതും എന്നാൽ പശ്ചാത്തപിക്കാത്തതുമായ പാപങ്ങൾ പടച്ച തമ്പുരാന്റെ അളവറ്റ കാരുണ്യത്തിനും നമുക്കുമിടയിൽ ഒരു വലിയ മതിൽ തീർക്കുമ്പോഴാണ് ഈ തടസ്സം രൂപപ്പെടുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്ത ഒരു ഹദീസ് ഇതിനെ കൃത്യമായി വരച്ചുകാട്ടുന്നു. ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്യുമ്പോൾ അവൻ്റെ വെളുത്ത ഹൃദയത്തിൽ ഒരു കറുത്ത പാട് വീഴുന്നു. അവൻ പശ്ചാത്തപിക്കുകയും പാപമോചനം തേടുകയും ചെയ്താൽ അവൻ്റെ ഹൃദയം വീണ്ടും വെളുത്തു തെളിയുന്നു. എന്നാൽ അവൻ പാപങ്ങളിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ ആ കറുത്ത പാടുകൾ വർദ്ധിച്ചു വരികയും ഒടുവിൽ അവൻ്റെ ഹൃദയത്തെ മുഴുവനായി മൂടിക്കളയുകയും ചെയ്യുന്നു. മഹാജ്ഞാനികളായ സൂഫികൾ ഇതിനെ നമ്മുടെ ഭൗതിക ജീവിതവുമായി ബന്ധിപ്പിച്ചു നൽകിയ ഒരു ഉദാഹരണമുണ്ട്. അവർ ഈ പാടുകളെ ഒരു ജലവിതരണ പൈപ്പിൽ അടിഞ്ഞുകൂടിയ തുരുമ്പിനോടാണ് ഉപമിച്ചത്. സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് റിസ്ക്കാകുന്ന ശുദ്ധജലം നിരന്തരം അയക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചനാഥൻ്റെ സ്രോതസ് അനന്തമാണ്, വെള്ളത്തിൻ്റെ മർദ്ദം ശക്തമാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതമാകുന്ന പൈപ്പിൽ പാപങ്ങളാകുന്ന തുരുമ്പടിഞ്ഞുകൂടി ആ വഴികൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നു. വെള്ളം അവിടെ ഉണ്ട്, പക്ഷേ അത് നിങ്ങളിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും രാത്രിയും പകലും ഉപജീവനത്തിനായി കേണിട്ടും യാതൊരു മാറ്റവും സംഭവിക്കാത്തത് എന്നിതിലൂടെ വ്യക്തമാകും. നമ്മൾ പൈപ്പുകൾ അടച്ചുപൂട്ടി വെച്ചിട്ട് കൂടുതൽ വെള്ളത്തിനായി യാചിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ എന്നത് കൂടുതൽ വെള്ളത്തിനായി കരയലല്ല, മറിച്ച് പടച്ചവൻ ഇതിനകം അയച്ചുകൊണ്ടിരിക്കുന്ന ആ അനുഗ്രഹത്തിൻ്റെ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന പാപത്തിൻ്റെ തുരുമ്പുകളെ കഴുകിക്കളഞ്ഞ പൈപ്പുകൾ വൃത്തിയാക്കലാണ്. ആ തടസ്സം നീങ്ങുന്ന നിമിഷം ആകാശത്തു നിന്നുള്ള ആ അനുഗ്രഹവർഷം തടസ്സങ്ങളില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുതിച്ചെത്തും. രണ്ടാമത്തെ തടസ്സം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതാണ് മാനസികമായ തടസ്സം. ഇതൊരു ദാരിദ്ര്യബോധമായി നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നിങ്ങൾ പാപങ്ങൾ ചെയ്യുകയും എന്നാൽ അവ കഴുകിക്കളയാൻ തമ്പുരാന്റെ മുന്നിൽ കൈകൾ ഉയർത്താതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കുറ്റബോധം ഒരു വിഷം പോലെ അടിഞ്ഞുകൂടുന്നു. ഈ കുറ്റബോധം പതുക്കെ ഒരു അയോഗ്യതാബോധമായി മാറുന്നു. ഞാൻ വിജയത്തിനർഹനല്ല, എനിക്കിതൊന്നും സാധിക്കില്ല, ഞാൻ എന്തിനു ശ്രമിച്ചാലും പരാജയപ്പെടും, ഇങ്ങനെയുള്ള സ്വയം ശപിക്കലുകൾ നിങ്ങളുടെ ഉള്ളിൽ വേരൂന്നുന്നു. ഇവ വെറും ചിന്തകളല്ല,
മറിച്ച് നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളെയും ഉള്ളിൽ നിന്ന് തകർക്കുന്ന കഠിനമായ പാറ്റേണുകളാണ്. അറിയാതെ തന്നെ പരാജയത്തിലേക്ക് നയിക്കുന്ന അവസരങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കൊണ്ടേയിരിക്കും. നഷ്ടമുറപ്പുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു. സമ്പത്തിനെയും സൗഭാഗ്യങ്ങളെയും സ്വയം അകറ്റി നിർത്തുന്ന രീതിയിൽ നിങ്ങളുടെ പെരുമാറ്റം മാറുന്നു. കുറ്റബോധത്തിൻ്റെ ഭാരം പേറുന്ന മനുഷ്യർ പലപ്പോഴും സ്വയം നശിക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കും. അത് ബുദ്ധിയുടെ കുറവല്ല, മറിച്ച് തൻ്റെ പാപങ്ങൾക്ക് പകരമായി ഉപബോധം സ്വയം നൽകുന്ന ഒരു ശിക്ഷയാണ്. എന്നാൽ ഇസ്തിഗ്ഫാർ എന്ന പുണ്യകർമ്മം ഈ കുറ്റബോധത്തിൻ്റെ ചങ്ങലകളെ തകർത്തെറിയുന്നു. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പാപമോചനം തേടുകയും റഹ്മാനായ റബ്ബ് തനിക്ക് മാപ്പ് നൽകിയെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ആ ആത്മീയ ഭാരം ഇറക്കി വയ്ക്കപ്പെടുന്നു. അവിടെയാണ് മാറ്റം തുടങ്ങുന്നത്. ഞാൻ നല്ല കാര്യങ്ങൾക്ക് അർഹനാണ്, എൻ്റെ പടച്ചവൻ എനിക്ക് നൽകുമെന്ന വിശ്വാസം നിങ്ങളിൽ നാമ്പിടുന്നു. ആ വിശ്വാസം നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിലുള്ള പുതിയ വാതിലുകൾ തുറക്കുന്നു. മാനസികമായ ഈ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ സമൃദ്ധിയിലേക്കുള്ള നിങ്ങളുടെ ആദ്യത്തെ വലിയ ചുവടുവെപ്പ്. മൂന്നാമത്തെ തടസ്സം നമ്മുടെ സാമൂഹിക ജീവിതത്തിലാണ്. അതാണ് ബന്ധങ്ങളിലെ തടസ്സം. നാം മറ്റുള്ളവരോട് ചെയ്യുന്ന അനീതികൾ അഥവാ അക്രമം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മോട് ചെയ്ത ക്രൂരതകൾ നിങ്ങളുടെ റിസ്ക്കിൻ്റെ വഴിയിൽ വലിയ കന്മതിലുകൾ തീർത്തേക്കാം. കാരുണ്യനിധിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ വലിയൊരു മുന്നറിയിപ്പുണ്ട്. മർദ്ദിതന്റെ പ്രാർത്ഥനയെ നിങ്ങൾ ഭയപ്പെടുക, കാരണം അവനും അള്ളാഹുവിനുമിടയിൽ യാതൊരു മറയുമില്ല. നിങ്ങൾ ആരുടെയെങ്കിലും ഹൃദയം നോവിച്ചിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായി ഒരാളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, അർഹതയുള്ളവരുടെ അവകാശങ്ങൾ തടഞ്ഞുവച്ചിട്ടുണ്ടെങ്കിൽ, അവർ വേദനയോടെ പടച്ചവൻകിലേക്ക് ഉയർത്തുന്ന കൈകൾ നിങ്ങളുടെ സകല സൗഭാഗ്യങ്ങളെയും തടഞ്ഞു നിർത്താൻ കെൽപ്പുള്ളവയാണ്. എന്നാൽ ഈ തടസ്സം മറ്റൊരു രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. അത് പലരും തിരിച്ചറിയാറില്ല. ആരെങ്കിലും നിങ്ങളെ ദ്രോഹിച്ചു എന്നിരിക്കട്ടെ, ആ വ്യക്തിയോടുള്ള കടുത്ത ദേഷ്യവും പകയും പ്രതികാരബുദ്ധിയും നിങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുവെങ്കിൽ ആ വൈകാരിക വിഷം നിങ്ങളുടെ സ്വന്തം റിസിക്കിനെയാണ് നശിപ്പിക്കുന്നത്. എങ്ങനെയെന്നല്ലേ? നിങ്ങൾ വെറുപ്പിനായി ചെലവഴിക്കുന്ന മാനസികമായ ഊർജം സത്യത്തിൽ നിങ്ങളുടെ ജീവിതം പടുത്തുയർത്താനുള്ള ഉൽപാദനക്ഷമതയ്ക്ക് ലഭിക്കേണ്ടതായിരുന്നു. ശത്രുതയും പകയും കൈവശപ്പെടുത്തിയിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലെ ആ ഇടം യഥാർത്ഥത്തിൽ പുതിയ ആശയങ്ങളും സർഗാത്മകതയും വിരിയേണ്ട ഇടമാണ്. ഇവിടെയാണ് ഇസ്തിഗ്ഫാർ ഒരു മാന്ത്രിക ഔഷധമാകുന്നത്. ആത്മാർത്ഥമായ ഇസ്തിഗ്ഫാറിൽ 2 കാര്യങ്ങളുണ്ട്. നിങ്ങളെ ദ്രോഹിച്ചവർക്ക് മനസ്സാവാച മാപ്പ് നൽകുക. നിങ്ങൾ ദ്രോഹിച്ചവരോട് വിനയത്തോടെ മാപ്പ് ചോദിക്കുക. ഈ ക്ഷമിക്കുകൾ നടക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് സ്വതന്ത്രമാകുന്നു. ആ നിമിഷം ബന്ധങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുകയും അനുഗ്രഹങ്ങളുടെ പുതിയൊരു പ്രവാഹം നിങ്ങളിലേക്ക് ഒഴുകിത്തുടങ്ങുകയും ചെയ്യുന്നു. എല്ലാ ഇസ്തിഗ്ഫാറുകളും ഒരുപോലെയല്ല എന്ന് നാം തിരിച്ചറിയണം. ഒരു യന്ത്രത്തെപ്പോലെ 1000 തവണ നാവുകൊണ്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് ഉരുവിത്തതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണമെന്നില്ല. ആ വാക്കുകൾക്ക് ജീവൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയമാണ്. ആ വാക്കുകൾ പ്രതിനിധീകരിക്കുന്ന ആഴമേറിയ അർത്ഥമാണ് പ്രപഞ്ചനാഥൻ്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്നത്. ജ്ഞാനികൾ പഠിപ്പിക്കുന്നത് ആകാശവാതിലുകൾ തുറക്കുന്ന യഥാർത്ഥ ഇസ്തിഗ്ഫാറിന് അനിവാര്യമായ 4 സ്തംഭങ്ങളുണ്ടെന്നാണ്. 1. പാപങ്ങളെ പേരെടുത്തു സമ്മതിക്കുക. വെറുതെ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ ചെയ്ത ഓരോ തെറ്റും എന്താണെന്ന് തിരിച്ചറിയുന്നിടത്താണ് മാറ്റം തുടങ്ങുന്നത്. മഹാന്മാരായ സൂഫികൾ തങ്ങളുടെ ശിഷ്യന്മാരോട് ഒരാത്മീയ പട്ടിക തയ്യാറാക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. ചൊവ്വാഴ്ച ഞാൻ പ്രിയപ്പെട്ടവരോട് കള്ളം പറഞ്ഞു, ബുധനാഴ്ച ഞാൻ കണ്ണുകൾ കൊണ്ട് അരുതാത്തത് നോക്കി, വ്യാഴാഴ്ച ഞാനൊരാളെ പരിഹസിച്ചു എന്നിങ്ങനെ ഓരോന്നിനെയും ബോധപൂർവം അഭിമുഖീകരിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ മറഞ്ഞുകിടക്കുന്ന ഇരുണ്ട പാറ്റേണുകളെ ബോധമനസ്സിലേക്ക് കൊണ്ടുവരാൻ ഈ സത്യസന്ധത അനിവാര്യമാണ്. 2. ആത്മാവിൻ്റെ വിങ്ങൽ അഥവാ യഥാർത്ഥ ഖേദം. ചെയ്തുപോയ തെറ്റിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൃദയത്തിലൊരു നീട്ടൽ അനുഭവപ്പെടണം. ആ വൈകാരികമായ ദുഃഖമാണ് പശ്ചാത്താപത്തിൻ്റെ അടയാളം. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് സമയം പിന്നിലേക്ക് തിരിക്കാൻ കഴിഞ്ഞാൽ ആ തെറ്റ് നിങ്ങൾ വീണ്ടും ചെയ്യുമോ? ഇല്ല എന്ന് നിങ്ങളുടെ ഹൃദയം ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ആത്മാർത്ഥമായ ഖേദമാകൂ. കണ്ണുനീർ തുള്ളികൾ ഭൂമിയിൽ വീഴുന്നതിനു മുൻപേ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് ഇത്തരമൊരു ഖേദത്തിലൂടെയാണ്. 3. തൽക്ഷണം പിന്മാറുക. തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ പാപമോചനം തേടുന്നത് പരിഹാസ്യമാണ്. ഒരു കൈകൊണ്ട് വിഷം കുടിക്കുകയും മറു കൈകൊണ്ട് മരുന്നിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നത് പോലെയാണത്. നിങ്ങൾ ചോദിക്കുന്ന മാപ്പ് സത്യസന്ധമാണെങ്കിൽ ഏതു തെറ്റാണോ നിങ്ങളുടെ റിസിക്കിനെ തടഞ്ഞു നിർത്തുന്നത് ആ പ്രവൃത്തിയിൽ അപ്പോൾ തന്നെ നിങ്ങൾ പിന്മാറേണ്ടതുണ്ട്. 4. കടപ്പാടുകൾ വീട്ടുക അഥവാ പരിഹാരം.
നിങ്ങളുടെ പാപം മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ നിങ്ങളുടെ ഇസ്തിഗ്ഫാർ പൂർണ്ണമാകില്ല. നിങ്ങൾ മോഷ്ടിച്ചതോ തട്ടിയെടുത്തതോ ആയ പണമുണ്ടെങ്കിൽ അത് തിരികെ നൽകണം. ഒരാളുടെ അഭിമാനത്തെ മുറിവേൽപ്പിച്ചെങ്കിൽ അവരോട് വിനയത്തോടെ മാപ്പു ചോദിക്കണം. മനുഷ്യരുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം തേടാൻ അസാധ്യമാണ്. ആ കടപ്പാടുകൾ തീർക്കുന്ന നിമിഷം നിങ്ങളുടെ ആത്മാവിനുണ്ടാകുന്ന ലഘുവത തന്നെയാണ് അനുഗ്രഹങ്ങളുടെ പ്രവാഹത്തിന് തുടക്കം. 7 ദിവസത്തെ ആത്മീയ ശുദ്ധീകരണ പ്രോട്ടോക്കോൾ. ഇതൊരു വെറും പരീക്ഷണമല്ല, നിങ്ങളുടെ ആത്മാവിനെ കഴുകി വെളുപ്പിക്കാനും തടസ്സപ്പെട്ട റിസ്ക് തിരിച്ചുപിടിക്കാനുമുള്ള തീവ്രമായൊരു ആത്മീയ യാത്രയാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. 1-ാം ദിവസം, ആത്മപരിശോധനയുടെ ദിനം. ഒരു ഡയറിയും പേനയും എടുത്ത് ഏകാന്തമായിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ദ്രോഹിച്ച മനുഷ്യർ, കവർന്നെടുത്ത അവകാശങ്ങൾ എല്ലാം ഒളിച്ചുവെക്കാതെ എഴുതി തയ്യാറാക്കുക. ഈ സത്യസന്ധതയാണ് നിങ്ങളുടെ മാറ്റത്തിൻ്റെ ആദ്യപടി. ദിവസം 2. വിങ്ങുന്ന ഹൃദയത്തോടെയുള്ള മടക്കം. നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റിലെ ഓരോ കാര്യവും അള്ളാഹുവിനോട് എടുത്തു പറയുക. പടച്ചവനെ, ഇന്ന ദിവസം ഞാൻ ആ മനുഷ്യനെ വേദനിപ്പിച്ചു, ഇന്ന തെറ്റ് ഞാൻ ചെയ്തു എന്ന് ഓരോന്നായി പറഞ്ഞ് മാപ്പിരയ്ക്കുക. നിങ്ങളുടെ പശ്ചാത്താപം ആ പ്രത്യേക പാപത്തിലേക്ക് നേരിട്ട് തൊടുമ്പോൾ അദൃശ്യമായ ആവരണങ്ങൾ അഴിഞ്ഞു തുടങ്ങും. ദിവസം 3. പരിഹാരത്തിൻ്റെയും വിനയത്തിൻ്റെയും ദിനം. ഇന്ന് പ്രായശ്ചിത്തത്തിൻ്റെ ദിവസമാണ്. മടക്കിക്കൊടുക്കാനുള്ള പണമോ അവകാശങ്ങളോ ഉണ്ടെങ്കിൽ അത് നൽകുക. ആരോടൊക്കെ മാപ്പ് ചോദിക്കാനുണ്ടോ അത് ചെയ്യുക. നിങ്ങളുടെ അഹന്ത തകരുന്ന ഈ നിമിഷമാണ് പ്രപഞ്ചനാഥൻ്റെ പ്രത്യേക കാരുണ്യം നിങ്ങളിലേക്ക് ഒഴുകിത്തുടങ്ങുന്നത്. ദിവസം 4. പ്രഭാതത്തിൻ്റെ പ്രകാശം. സുബഹി നമസ്കാരത്തിന് ശേഷം ലോകം ഉണരുന്നതിന് മുമ്പേ 100 തവണ ഹൃദയ സാന്നിധ്യത്തോടെ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുക. ഓരോ വാക്കിലും നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകുന്നത് അനുഭവിക്കുക. ദിവസം 5. ഇരട്ടിച്ച പ്രവാഹം. ഇന്ന് പ്രഭാതത്തിലും സുബ്ഹിക്ക് ശേഷം പ്രഭാവേളയിലും മഗ്രിബിനു ശേഷം 100 തവണ വീതം ഇസ്തിഗ്ഫാർ പതിവാക്കുക. നിങ്ങളുടെ ആത്മാവ് പ്രപഞ്ചനാഥൻ്റെ സ്മരണയിൽ നിരന്തരം ലയിച്ചു നിൽക്കട്ടെ. ദിവസം 6. ആവശ്യങ്ങളുടെ സമർപ്പണം. ഇന്ന് നിങ്ങളുടെ ഇസ്തിഗ്ഫാറിനോടൊപ്പം പ്രത്യേക പ്രാർത്ഥനകൾ കൂടി ചേർക്കുക. റബ്ബേ, എൻ്റെ തടസ്സങ്ങൾ നീക്കി ഹലാലായ ഉപജീവനത്തിൻ്റെ വാതിലുകൾ എനിക്ക് മുന്നിൽ തുറന്നു തരണമേ എന്ന് ആഴത്തിൽ യാചിക്കുക. ദിവസം 7. മാറ്റങ്ങളുടെ നിരീക്ഷണം. ഇന്ന് നിങ്ങൾ ശാന്തമായിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും സംഭവിക്കുന്ന സൂചനകൾ ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായി വരുന്ന ഒരു ഫോൺ കോൾ, പുതിയൊരു ബിസിനസ് ഐഡിയ, അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന സമാധാനം, ഇതെല്ലാം നിങ്ങളുടെ റിസ്കിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ വാക്കുകൾ വെറുമൊരു പ്രചോദന പ്രഭാഷണമല്ല, ഇതൊരു ദിവ്യ നിയമമാണ്. പ്രപഞ്ചനാഥൻ നിശ്ചയിച്ച ഒരു ആത്മീയ മെക്കാനിസം. ഇത്രയും കാലം നിങ്ങൾ ആ വാതിലുകളിൽ ആഞ്ഞു തള്ളുകയായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു, ആ വാതിലുകൾ അടഞ്ഞുകിടന്നതല്ല, മറിച്ച് പൂട്ടിക്കിടന്നതായിരുന്നു. ആ പൂട്ടിൻ്റെ താക്കോലാകട്ടെ ഇത്രയും കാലം നിങ്ങളുടെ കൈകളിൽ തന്നെയുണ്ടായിരുന്നു. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, നമ്മളത് ഉപയോഗിക്കാൻ മറന്നുപോയി. ആ താക്കോലാണ് ഇസ്തിഗ്ഫാർ. ഓർക്കുക, നിങ്ങളുടെ റിസ്ക് അള്ളാഹു എവിടെയും തടഞ്ഞു വെച്ചിട്ടില്ല. അതിതിനകം തന്നെ നിങ്ങളെ തേടി യാത്ര തിരിച്ചു കഴിഞ്ഞു. പക്ഷേ ആ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ പാകത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ ഇനിയും പാകപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. മഹാന്മാരായ സൂഫികൾ പറഞ്ഞത് എത്ര മനോഹരമാണ്. ചെയ്തുപോയ പാപങ്ങൾ ഒരു മനുഷ്യനെ അവൻ്റെ ഉപജീവനത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. എന്നാൽ പാപമോചനം ആ അനുഗ്രഹത്തെ വീണ്ടും അവൻ്റെ വഴിയിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്നു. ഇനി നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. ഈ വീഡിയോ കണ്ട് വെറുമൊരു അറിവായി ഇതിനെ മറന്നുകളയുന്ന ഒരാളാകണോ നിങ്ങൾ? അതോ ഇത് ജീവിതത്തിൽ പ്രയോഗിച്ച് അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ നേരിൽ കാണുന്ന ഒരാളാകണോ? ഇന്ന് രാത്രി ലോകം മുഴുവൻ നിശബ്ദമാകുമ്പോൾ ആർക്കും കാണാത്ത ആ ഏകാന്തതയിൽ നിങ്ങൾക്കും നിങ്ങളുടെ റബ്ബിനുമിടയിൽ ഒരു സംഭാഷണം നടത്തൂ. അന്ന് ആ വാക്കുകൾ കേവലം ചുണ്ടുകളിൽ നിന്നാകരുത്, മറിച്ച് ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്നാകട്ടെ. നിങ്ങളുടെ ഹൃദയം തുറന്ന് അവനോട് പറയൂ, യാ അല്ലാഹ്, ഞാൻ തെറ്റുകൾ ചെയ്തു പോയി, എനിക്ക് മാപ്പ് നൽകണേ. എൻ്റെ വഴികളിലെ തടസ്സങ്ങൾ നീക്കിത്തരണമേ. എനിക്ക് മുന്നിൽ നിന്റെ കരുണയുടെ വാതിലുകൾ തുറന്നു തരണമേ.
ആ വാക്കുകൾ അത്രമേൽ സത്യസന്ധമാണെങ്കിൽ ഉറപ്പിച്ചു വിശ്വസിക്കുക. ആകാശം അതിനോട് പ്രതികരിക്കും. കാരണം തൻ്റെ മുന്നിൽ ഉടഞ്ഞു തകർന്നു വരുന്ന ഒരു ഹൃദയത്തിൻ്റെ വിളിയെ അള്ളാഹു ഒരിക്കലും അവഗണിക്കുകയില്ല. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.